Stone, paper, scissors. ഒരു ഹർത്താൽ ദിവസം എങ്ങനെ പോയെന്ന് കാണിച്ചു തരട്ടെ. നമുക്ക് പിന്നെ എന്ത് ഹർത്താൽ, രാവിലെ തന്നെ കുറ്റിയും പറിച്ച് നേരെ തട്ടാമലയിലോട്ട് വിടുവാണ്. കൊട്ടിയത്ത് പിന്നെ സാധാരണ അത്രയ്ക്ക് തിരക്കില്ല, എന്നാലും തിരക്കൊക്കെ ഉണ്ട്. വിചാരിച്ച ഹർത്താൽ എന്നൊക്കെ പറയുമ്പോൾ ഒരൊറ്റ മനുഷ്യന് റോഡിൽ കാണത്തില്ല. ഇതെല്ലാവരും ഉണ്ട്, വണ്ടിയുണ്ട്, ബസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. സാധാ കണക്കാണ്. ബട്ട് ഇച്ചിരി തിരക്ക് കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. ബസ്സിലൊക്കെ വളരെ ആൾക്കാർ കുറവായിരുന്നു. സോ നമ്മളിന്ന് തട്ടാമല ഉപ്പായ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഞങ്ങൾ സ്റ്റോപ്പ് എത്തിയിട്ടും കുറേ നേരമായിട്ട് ഞങ്ങളവിടെ നിൽക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങൾക്ക് വണ്ടി നിർത്തി തന്നത്. അങ്ങനെ അവസാനം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. സാധാരണ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓട്ടോ പോലും കാണാത്ത. ഹർത്താലായതുകൊണ്ട് എന്താണ് ഇങ്ങനെ എല്ലാം ഉണ്ടോ. ഈ കാണിക്കുന്നതാണ് എൻ്റെ ഉമ്മ പഠിച്ച ട്യൂഷൻ സെൻറ്റർ. അങ്ങനെ നമ്മളെ മാമ വിളിക്കാൻ വന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ട്. വീട്ടിൽ ചെന്നത് ഇതാ ഒരുത്ത് ഇതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുന്നു. പിന്നെ ഒന്നും നോക്കില്ല, അതിനകത്ത് ഇട്ടങ്ങയും വലിച്ചയച്ചു. ഏത് മൂഡ്, നൊസ്റ്റാൾജിയ മൂഡ്. പിന്നെ ഇവൻ്റെ കൂടെ കാർഡ് കളിക്കുമായിരുന്നു. എൻ്റെ പടച്ചോന് ഇത് ഏത് കളിയെന്ന് വരെ നമുക്ക് തോന്നിപ്പോ. സിദാന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ശരിക്കുമുള്ള കളി കളിച്ചു. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആ മാവിനകത്ത് അങ്ങനെ എത്തിപ്പിടിച്ച് 5-6 മാങ്ങയാണ്. അത് പിച്ചാനുള്ള കഷ്ടപ്പാടുകളാണ്. അങ്ങനെ മാങ്ങയും പിച്ചി നമ്മൾ നേരെ കൊട്ടിയത്ത്. മിക്ക കടകളെല്ലാം തുറന്നു കൊട്ടിയത്. ഞങ്ങളെ കട ഒഴിച്ച് വേറെ എല്ലാ കടയും തുറന്നിരിക്കുന്നു. നമ്മൾ വിചാരിച്ച ഹർത്താലൊക്കെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നത്. എവിടെ എല്ലാം തുറന്നിടോ നമ്മളൊഴിച്ച്. അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി നേരെ ജിമ്മിലോട്ട് വിട്ടു. സോ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഹർത്താലുള്ള ദിവസത്തെ വിശേഷങ്ങൾ. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.